അപ്പം നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഡ്രിസ്ലിങ്ങും ഉണ്ട്. നമ്മളെ ബാക്കിൽ എണ്ണ വരുന്നില്ല. അപ്പൊന്നോ ഒരു സ്വപ്പം തന്നു കിടപ്പ് ഗായ്സ് തന്നു കാണുന്നില്ല. അങ്ങനെ നമ്മളെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട് ഷാനു? നല്ല ഡ്രിസ്ലിങ്, അതിൻ്റെ കൂടെ ഒരു ചൂടുള്ള ഷവർമ. ഹൗസ് പൊന്നു എങ്ങനെയുണ്ടായിരുന്നു? നല്ല മഴ, തണുപ്പെല്ലാം പോയി മഴ പെയ്തപ്പോൾ. അപ്പോൾ ഇത് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ നിസാമി സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് വൈബ്രൻറ്റ് സ്ട്രീറ്റ് ഇൻ ബാക്കു, നിസാമി സ്ട്രീറ്റ്. സംഭവം അടിപൊളിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുൾ ഓഫ് ഷോപ്പ്, കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ അവിടെ ആ ഒരു ആർക്കിടെക്ചറും ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ നൈറ്റ് ലൈഫിന് പറ്റിയ അടിപൊളി സ്ട്രീറ്റാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നമ്മുടെ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഡിസംബർ ആയിട്ട് ക്രിസ്മസ് സീസൺ അല്ലേ, അപ്പോൾ കുറേ നമുക്ക് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ കാണാം. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ കൂടെ ഫോട്ടോസ് എടുക്കാം, പക്ഷേ നമ്മൾ പേ ചെയ്യണം. ശരിക്കും നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ഡേ നമുക്ക് അവിടെ നമുക്ക് മോർണിംഗും നൈറ്റും രണ്ട് തരത്തിലുള്ളൊരു വൈബായിരിക്കും അവിടെ ഉണ്ടാവാൻ. ബട്ട് കൂടുതൽ എല്ലാവരും അവിടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നല്ല രസമുണ്ട്. ഈ ഒരു സ്ട്രീറ്റൊക്കെ നോക്കി, എസ്പെഷ്യലി ആ ഒരു ആർക്കിടെക്ചറൊക്കെ കാണുമ്പോൾ നല്ല രസമില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. ഏത് കാണുന്ന The red color building, that's called flame tower. It's actually fire there. ഇതാണ് ഫ്ലെയിം ടവർ. Shape of fire, flame. ഇതിങ്ങനെ നമ്മൾ റോഡിൽ തന്നെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ കണ്ടതാണ്. അവിടുത്തെ റേഡിയോ സ്റ്റേഷനാണ് 100.5 FM. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നിന്നു. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളിവിടെ അണ്ടർ പാസ് ത്രൂ പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി മഴ ചെറുതായി പെയ്തുകൊണ്ട് സ്ലിപ്പാവോ എന്നുള്ള പേടിയുണ്ട്. പോപ്കോണ് ചെസ് കളിക്കുന്നുണ്ട. ആക്ച്വലി നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനൊരു സ്ട്രീറ്റ് നമ്മുടെ നാട്ടിലില്ലല്ലോ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ മെയിൻലി ഈ ഓൾഡർ പീപ്പിളില്ലേ, അവർ ട്രൂലി ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയുള്ള കൺട്രീസിൽ പോയാൽ കാണാൻ പറ്റും. അത് കാണുമ്പം തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അവർ മാത്രമല്ല, കുട്ടികളും പിന്നെ അഡൽസും എല്ലാവരും ഫാമിലി ആയിട്ടും എല്ലാം നന്നായി എൻജോയ് ചെയ്യാൻ. അതായത് അവരൊക്കെ ഒരു നൈറ്റ് ലൈഫാണ്. അതായത് ലൈക്ക് ഫാമിലി ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി ആവശ്യമുള്ള കുറച്ച് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ നടക്കാം. അതൊക്കെ ഒരു രസമാണ് കാണുമ്പോൾ. സോ എനിക്ക് ശരിക്കും അത് ഇതിപ്പോൾ മെയിൻ പറയാൻ കാരണം ഐ റിയലി വിഷ് വി ഹാഡ് സ്ട്രീറ്റ് ലൈക്ക് ദിസ് ഇൻ ഇന്ത്യ. ഇതാണ് താവൂക്ക് പിലാവ്, മേ ബി പുലാവ്. അങ്ങനെയുണ്ട്. സാധാരണ ചിക്കന് ചോറിലിട്ട് തിന്നുന്ന പോലെ. എന്നുണ്ട് ടേസ്റ്റ്? കുഴപ്പമൊന്നുമില്ല ഓനോ. ഫുഡ് കഴിക്കലുണ്ട്. ഒരാൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതെന്താ പറയാ ഷാനു? Baku Bollywood. Fluffy art cotton candy.
ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഡിസൈൻസ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാം ഏതാ വേണ്ടതെന്ന്. അതിന് കണക്കായിട്ട് അവർ ഡിസൈൻ ചെയ്ത് തരും ഈ ഒരു കോട്ടൺ ക്യാൻഡി വെച്ച്. What do I get today? Oh my god. It's so cute. ഇല്ല. നല്ല ഉണ്ടല്ലേ ട്രെയിൻ. ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലെയിം ടവർ കാണാൻ പറ്റുന്നുണ്ട് ഒരു 3 എണ്ണം. അതായത് ഇത് സിംബോളൈസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അസർബൈജാൻ ആസ് ദ ലാൻഡ് ഓഫ് ഫയർ. ഇതാണ് അവരുടെ ഫ്ലാഗ്. അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം. അങ്ങനെ നമ്മളൊരു ഈ ഷോപ്പിംഗ് മോളിന്റെ പേരെന്താ ഷാനു? റെന്ദിസ് ഷോപ്പിംഗ് മോൾ ബാക്കു. ആക്ച്വലി നമ്മൾ ഷോപ്പിംഗ് മോളിൽ പോകാൻ ആദ്യം പ്ലാൻഡ്. പിന്നെ ഈ ഒരു ടാക്സി കണ്ടുമ്പോൾ വെച്ച് ജസ്റ്റ് വെറുതെ കയറാം. അപ്പം പിന്നെ അവരോട് ചോദിച്ചപ്പോൾ എന്നറത്താകെ പോയാലോ പറഞ്ഞു. അങ്ങനെ കയറാം. The taxi we were in was so cool and pretty, and the view was like even prettier, and I really enjoyed the ride. അതുകൊണ്ട് പൊന്ന് ഫുൾ ടൈം പുറത്ത് നോക്കിയിരിക്കുകയായിരുന്നു. ആക്ച്വലി നല്ല ഏജിൽ ഒരാളായിരുന്നു ടാക്സി ഡ്രൈവർ. നമ്മൾ ഓൾറെഡി ചോദിച്ചിരുന്നു ഇത് ക്ലോസ് ചെയ്യും. അപ്പം പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ന് കുറച്ച് ഡ്രിസ്ലിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നേരത്തോടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് യനാർദാഗ്, അതായത് ബേണിംഗ് മൗണ്ടൻ. ഇതൊരു മാജിക്കൽ മൗണ്ടൻ ആണ്. അതായത് ദ ഫയർ ബേൺസ് കണ്ടിന്യൂസ്ലി. അതായത് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അസർബൈജാൻ പറയുമ്പോൾ എസ്പെഷ്യലി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണത്. പിന്നെ നമ്മൾ നേരെ വീണ്ടും നമ്മുടെ നിസാമി സ്ട്രീറ്റിലേക്ക് തിരിച്ചെത്തി. കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഡിന്നർ കഴിക്കണം. നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ. പിന്നെ ഇവിടെയുള്ള എല്ലാവരും നല്ല രസമുണ്ട് കാണാൻ. നല്ല മൊഞ്ചന്മാരും മൊഞ്ചത്തികളും. Dubai strawberry. Asked and you guys said no. Please, I want one entire. എങ്ങനെയുണ്ട്? അങ്ങനെ ഷാനു കണ്ടുപിടിച്ചൊരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാം. ഷാനു ലെമനൈഡ് ആണോ കഥ? അവിടെ അങ്ങനെ ലൈവ് സോങ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സോങ് കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ നന്നായി ഫുഡൊക്കെ കഴിച്ചു. അതിനു മുമ്പ് നിസാമി സ്ട്രീറ്റിൽ നിന്ന് അത്യാവശ്യം കഴിച്ചിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസം കുറച്ചൊരു ആവേശം കൂടുതലുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് ടയർഡാവാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ഇയർ, അതായത് ഇന്ന് ആഫ്റ്റർനൂൺ ആണല്ലോ ആക്ച്വലി നമ്മൾ അസർബൈജാനിൽ എത്തിയത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. അപ്പോൾ ഇൻഷാ അല്ലാ അസർബൈജാനിലെ പുതിയ വീഡിയോസുമായി ഉടനെ വരുന്നതാണ്. അതുവരെ മസലാമ.